സർ, ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ എത്രയോ കാലം മടിച്ചു നിന്നവരാണ് ഈ കൂട്ടർ. ഇപ്പോൾ നമ്മുടെ UDF അവർക്ക് പരവതാനി വിരിച്ച് കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം എടുക്കേണ്ടി വരുന്നത്. നല്ല സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടും അവരുടെ ആശയ തലത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു സാഹചര്യം നമ്മളെ ഏത് രീതിയിൽ നമ്മൾ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക്, അധികാരത്തിലേക്കൊക്കെ ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയും കടന്നു വരാനുള്ള സാധ്യത വലുതല്ലേ? തീർച്ചയായും ഷമ്മി, ഇവിടെ കുട്ടം പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു വരി ഞാൻ വായിക്കാം. മനുഷ്യന്റെ മേൽ അള്ളാഹുവിൻ്റെതല്ലാത്ത, അതായത് ദൈവത്തിൻ്റെതല്ലാത്ത മറ്റൊരു ആധിപത്യവും നടക്കാതിരിക്കുന്ന ഒരു ചതുരശ്ര മൈൽ ഭൂമി ലഭിക്കുകയാണെങ്കിൽ ആ ഒരു പിടി മണ്ണായിരിക്കും മുഴുവൻ ഇന്ത്യയേക്കാൾ ഞാൻ വിലമതിക്കുക. തന്നെയുമല്ല, ഒരു അനിസ്ലാമിക രാജ്യത്തിന്റെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആകുന്നതിലും അഭിമാനകരം ജമാഅത്തെ ഓഫീസിലെ പ്യൂൺ ആയിരിക്കലാണ്. ഇത് ചിന്തയും പ്രസ്ഥാനവും എന്ന് മൗദൂദ് എഴുതിയ പുസ്തകത്തിന്റെ പേജ് 53-ലുള്ളതാണ്. ഒന്നുകൂടി പറയുന്നു, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു വരാറുള്ളത്, ഇസ്ലാമിക വിപ്ലവം നടത്താൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എത്ര കണ്ട് സാധ്യതയുണ്ടോ അത്ര തന്നെ സാധ്യതകൾ അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുണ്ട്. അതേ പുസ്തകം പറയാം. VD സതീശനോട് എനിക്ക് വളരെ വിനീതമായ ഒരു ചോദ്യമുള്ളൂ. താങ്കൾ ഈ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമി നല്ല പാർട്ടിയായി. എന്റെ പാർട്ടിയുടെ പേര് ഞാൻ CPM-നെ പ്രതികരിച്ചായി ചർച്ചയിൽ ഇരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. VD സതീശന്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യ ഭരിക്കുന്നത് BJP, ഭാരതീയ ജനതാ പാർട്ടി. ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന എല്ലാ പാർട്ടിയുടെ മുമ്പിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെന്താണ്? ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ്. അത് അറബിയിൽ, ഉറുദുവിൽ, അതിന്റെ മലയാളവും ഇംഗ്ലീഷും എടുത്താൽ എന്താണ്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് VD സതീശൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം മുഖപത്രമായ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പ് VD സതീശൻ അയച്ചു തരാണെങ്കിൽ ആ 50-ാം വാർഷിക പതിപ്പ് എടുത്തൊന്ന് വായിക്കണം. അതിലുണ്ട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ. അതായത് ഇപ്പൊ ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിലും പുസ്തകങ്ങളിലും ഒന്നും കാശ്മീരില്ല. ആ കാശ്മീരിന് ഇന്ത്യ ആയിട്ട് അവർ അംഗീകരിക്കുന്നില്ല. കാശ്മീരി ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാറി.